നെക്സ്റ്റ് ഈസ് പ്രോട്ടീൻ സിന്തസിസ് അഥവാ ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഡോഗ്മയിലെ അവസാനത്തെ ഒരു മോളിക്കുലർ ബയോളജിയിലെ സെൻട്രൽ ഡോഗ്മ നമ്മൾ പറഞ്ഞിരുന്നു. ഡി എൻ എയുടെ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുന്നു, റെപ്ലിക്കേഷൻ അഥവാ ഡി എൻ എ സിന്തസിസ്. ആ ഡി എൻ എയിലെ ഇൻഫർമേഷൻ mRNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു, ട്രാൻസ്ക്രിപ്ഷൻ. ആ mRNAയിലുള്ള ആ ഒരു ജനറ്റിക് കോഡിൽ കിട്ടിയ ആ ഇൻഫർമേഷൻ ജനറ്റിക് കോഡിൻ്റെ സഹായത്തോടു കൂടി പ്രോട്ടീനായിട്ട് മാറുന്നു. ആ സ്റ്റെപ്പാണ് mRNA ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീനായി മാറുന്ന സ്റ്റെപ്പാണ് പോളിമറൈസേഷൻ. ജനറ്റിക് ഇൻഫർമേഷൻ ഡി എൻ എയിൽ നിന്ന് കിട്ടിയത് മെസ്സേജിലൂടെ നമ്മൾ പ്രോട്ടീനായിട്ട് ജനറ്റിക് കോഡിൻ്റെ സഹായത്തോടു കൂടി പ്രോട്ടീനായി മാറുന്നതാണ് പ്രോട്ടീൻ സിന്തസിസ് അഥവാ ട്രാൻസ്ലേഷൻ. സോ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിമറൈസേഷൻ ഓഫ് അമിനോ ആസിഡ്. ബിക്കോസ് പ്രോട്ടീൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡുകൾ കൊണ്ടാണ്. സോ അമിനോ ആസിഡുകളുടെ പോളിമറൈസേഷൻ, അമിനോ ആസിഡുകളുടെ ആ കോമ്പിനേഷൻ, അമിനോ ആസിഡ് ജോയിൻഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. സോ അമിനോ ആസിഡിൻ്റെ പോളിമറൈസേഷനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുക. സോ അമിനോ ആസിഡ് പോളിമറൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പോളിപെപ്റ്റൈഡ് ചെയിൻ, അതാണ് നമ്മൾ പറഞ്ഞ പ്രോട്ടീനായിട്ട്. പ്രോട്ടീൻ സീക്വൻസുകളാണ് ആ പോളിപെപ്റ്റൈഡ് ചെയിനിൽ കാണുന്നത്. സോ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിമറൈസേഷൻ ഓഫ് അമിനോ ആസിഡ് ദാറ്റ് ലീഡ് ടു എന്തായിട്ട് മാറുന്നു? പോളിപെപ്റ്റൈഡ് ചെയിൻ. ആ പോളിപെപ്റ്റൈഡിൽ നമ്മുടെ പ്രോട്ടീൻ സീക്വൻസുകളാണ് ഉള്ളത്. ഇനി നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ mRNAയിലുള്ള ആ ഇൻഫർമേഷൻ ജനറ്റിക് കോഡിൻ്റെ സഹായത്തോടു കൂടി ഡി എൻ എന്ന് കിട്ടിയ ആ ജനറ്റിക് ഇൻഫർമേഷൻ mRNAയിൽ നിന്ന് പ്രോട്ടീനായിട്ട് മാറുകയാണ്. സോ ഇൻഫർമേഷൻ ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്? മെസ്സേജ് ഫോമിൽ mRNA അഥവാ മെസ്സഞ്ചർ RNAയിലാണ്. അത് നമ്മൾ പറഞ്ഞ ക്യാപ്പിങ്, ടെയിലിങ്, ഇൻട്രോൺ റിമൂവൽ, എക്സോൺ അഡീഷനൊക്കെ സ്പ്ലൈസിംഗ് ഒക്കെ കഴിഞ്ഞ് ആ ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിൽ എത്തിയിട്ടുണ്ട്. സോ സൈറ്റോപ്ലാസത്തിലെ എൻസൈംസ് അല്ലെങ്കിൽ അതിനെ ഡിഗ്രേഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപ്പിങ്, ടെയിലിങ്, സ്പ്ലൈസിംഗ് ഒക്കെ ആയിട്ടുള്ള ആ ഒരു രൂപത്തിൽ മെച്യൂർഡ് RNA ആയിട്ട്, പ്രോസസ്ഡ് RNA ആയിട്ട് നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ ഇരിക്കുന്നത്. ഇപ്പോൾ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ mRNAയിലുള്ള ആ സീക്വൻസുകൾ എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡുകളാണ് സൈറ്റോപ്ലാസത്തിൽ നിന്ന് കളക്ട് ചെയ്ത് tRNA കൊണ്ട് കൊടുക്കുന്നത്. സോ ഓർഡർ ആൻഡ് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഏത് ഓർഡറിൽ ഏത് സീക്വൻസിൽ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്? ഡിഫൈൻഡ് ബൈ സീക്വൻസ് ഓഫ് ബേസസ് ഇൻ ദ mRNA. mRNAയിലുള്ള നൈട്രോജീനസ് ബേസ് സീക്വൻസുകൾക്ക് അനുസരിച്ചിട്ടാണ് സൈറ്റോപ്ലാസത്തിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡുകളെ ട്രാൻസ്ഫർ RNA അഥവാ സോലുബിൾ RNA കൊണ്ടുവന്ന് അത് ഒരു പ്രോട്ടീൻ സിന്തസിസ് ട്രാൻസ്ലേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. സോ അമിനോ ആസിഡിനെ ആരാ കളക്ട് ചെയ്തത്? നമ്മൾ പറഞ്ഞു അമിനോ ആസിഡ്സ് ആർ കളക്റ്റഡ് ബൈ ഡിഫറെൻറ്റ് tRNA. ഓരോ ഡിഫറെൻറ്റ് tRNAയും ഓരോ പെർട്ടിക്കുലർ അമിനോ, ഒരു tRNA സെറൈനാണെങ്കിൽ ഒരു tRNA മെത്തിയോണൈനെയോ, ഒരു tRNA ഫീനൈലാലനിനായിരിക്കും, ഒരു tRNA ഗ്ലൂട്ടാമിനെ ആയിരിക്കും. അങ്ങനെ ഓരോ tRNAയും ഓരോ പെർട്ടിക്കുലർ അമിനോ ആസിഡിനെയാണ് ക്യാരി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. സോ ആ tRNAക്ക് അമിനോ ആസിഡിനെ ക്യാരി ചെയ്യാനുള്ള, ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എൻഡ് ഉണ്ടായിരുന്നു, അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻഡ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ താഴെ ഒരു ആൻറ്റി കോഡോൺ ലൂപ്പിൽ അതിനനുസരിച്ചുള്ള നൈട്രോജീനസ് ബേസുകളും ഉണ്ടായിരുന്നു. സോ അമിനോ ആസിഡ്സ് ആർ കളക്റ്റഡ് ബൈ ഡിഫറെൻറ്റ് tRNA. ഓരോ tRNAയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡുകളെ ക്യാരി ചെയ്യും, സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡുകളെ ക്യാരി ചെയ്യുന്നു. എന്നിട്ട് ആ അമിനോ ആസിഡുകൾ കണക്റ്റഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. അമിനോ ആസിഡുകളെ പെപ്റ്റൈഡ് ബോണ്ട് വെച്ച് കണക്ട് ചെയ്ത് അതെന്തായി മാറുന്നു? പോളിപെപ്റ്റൈഡ് ചെയിനായിട്ട് മാറുന്നു. ആ പോളിപെപ്റ്റൈഡ് ചെയിൻ എന്താണ്? പ്രോട്ടീൻ സീക്വൻസുകളാണ്. അമിനോ ആസിഡ് അടങ്ങിയ പ്രോട്ടീൻ സീക്വൻസുകളാണ് നമ്മൾ പറഞ്ഞ ആ പോളിപെപ്റ്റൈഡ് ചെയിൻ. സോ tRNA കൊണ്ടുവരുന്ന അമിനോ ആസിഡുകളെ പെപ്റ്റൈഡ് ബോണ്ട് വെച്ച് കണക്ട് ചെയ്ത് പോളിപെപ്റ്റൈഡ് ചെയിനായി. ആ പോളിപെപ്റ്റൈഡ് ചെയിനാണ് നമ്മുടെ അമിനോ ആസിഡ് അടങ്ങിയ പ്രോട്ടീൻ സീക്വൻസുകൾ. സോ tRNA എവിടെയാണ് ഇരിക്കുന്നത്? നമ്മൾ പറഞ്ഞു അമിനോ ആസിഡ്, ഒരുപാട് അമിനോ ആസിഡുകൾ നമ്മുടെ സൈറ്റോപ്ലാസത്തിലുണ്ട്. സോ ഈ സൈറ്റോപ്ലാസത്തിലുള്ള അമിനോ ആസിഡ് പൂൾ എന്നാണ് പറയുന്നത്. ആ സൈറ്റോപ്ലാസത്തിലുള്ള അമിനോ ആസിഡുകളെ ട്രാൻസ്ഫർ RNA ആണ് കളക്ട് ചെയ്യുന്നത്. സോ ട്രാൻസ്ഫർ RNA ഇരിക്കുന്നത് നമ്മുടെ സൈറ്റോപ്ലാസത്തിലാണ്. സ്മോൾ ആയിട്ടുള്ള സോലബിൾ ആയിട്ടുള്ള ട്രാൻസ്ഫർ RNA സൈറ്റോപ്ലാസത്തിലാണ് ഉണ്ടാവുക. ആ സൈറ്റോപ്ലാസത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അമിനോ ആസിഡുകളെ ട്രാൻസ്ഫർ RNA കളക്ട് ചെയ്യുന്നു ഇൻ ദ മാട്രിക്സ് ഓഫ് സൈറ്റോപ്ലാസം. അമിനോ ആസിഡിൻ്റെ ആ പൂൾ, സൈറ്റോപ്ലാസത്തിൽ കാണുന്ന അമിനോ ആസിഡ് പൂളിൽ നിന്ന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള, കറക്റ്റായിട്ടുള്ള tRNAക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡുകൾ, ഓരോ tRNA ഓരോരോ പെർട്ടിക്കുലർ അമിനോ ആസിഡുകളെ ആ അമിനോ ആസിഡ് പൂളിൽ നിന്ന്, സൈറ്റോപ്ലാസത്തിലുള്ള അമിനോ ആസിഡ് പൂളിൽ നിന്ന് ട്രാൻസ്ഫർ RNA കളക്ട് ചെയ്ത് നമ്മുടെ മെസ്സഞ്ചർ RNAക്ക് കൊടുക്കുന്നു. എന്നിട്ട് ആ കോഡും, മെസ്സഞ്ചർ RNAയിലെ കോഡോണും
tRNA കൊണ്ടുവരുന്ന അമിനോ ആസിഡിൻ്റെ ആൻറ്റി കോഡോണും തമ്മിൽ അവർ റീഡ് ചെയ്യുന്നു. എന്നിട്ട് അത് കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിൽ ആ അമിനോ ആസിഡുകൾ ജോയിൻ ചെയ്ത് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവുകയും അത് പോളിപെപ്റ്റൈഡ് ചെയിനായി മാറുകയും ചെയ്യുന്നു. സോ 2 സ്റ്റെപ്പുകൾ നമുക്ക് പറയുകയാണെങ്കിൽ, സ്റ്റെപ്പല്ല 2 ഇവൻറ്റുകൾ പ്രോട്ടീൻ സിന്തസിസിൽ അല്ലെങ്കിൽ ട്രാൻസ്ലേഷനിൽ നടക്കുന്നുണ്ട്. ആ മെയിനായിട്ടുള്ള ഒരു ഇവൻ്റ് നിന്ന് ഫോർമേഷൻ ഓഫ് പെപ്റ്റൈഡ് ബോണ്ട്. നമ്മുടെ അമിനോ ആസിഡുകളെ tRNA mRNAയുടെ കോഡോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡുകളെ tRNA സൈറ്റോപ്ലാസത്തിൽ നിന്ന് അല്ലെങ്കിൽ അമിനോ ആസിഡ് പൂളിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ അമിനോ ആസിഡുകളെ പെപ്റ്റൈഡ് ബോണ്ട് വെച്ച് കണക്ട് ചെയ്യണം. സോ ആ പെപ്റ്റൈഡ് ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരുപാട് എനർജിയുടെ ആവശ്യമുണ്ട്. അതാണ് ആദ്യത്തേത്, ഫോർമേഷൻ ഓഫ് പെപ്റ്റൈഡ് ബോണ്ട് റിക്വയേഴ്സ് എനർജി. സോ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവണമെങ്കിൽ ഒരുപാട് എനർജി വേണം. നമ്മുടെ ATP പോലെ ഒരുപാട് എനർജി വേണം. സോ അതിനു വേണ്ടി നടക്കുന്ന ആദ്യത്തെ ഒരു ഇവൻ്റാണ് അമിനോ ആസിഡ് ആക്ടിവേഷൻ. സോ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി ഒരുപാട് എനർജി ആവശ്യമുണ്ട്. ആ എനർജിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഇവൻ്റാണ് അമിനോ ആസിഡ് ആക്ടിവേഷൻ. സോ tRNA കൊണ്ടുവരുന്ന അമിനോ ആസിഡുകൾ ആക്ടിവേറ്റഡ് ആവണം. അതിനെ പറയുന്ന പേരാണ് അമിനോ ആസിഡ് ആക്ടിവേഷൻ. ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കണക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് ചാർജിങ് ഓഫ് tRNA. tRNA ചാർജ്ഡ് ആവണം. എന്നാൽ മാത്രമേ നമ്മുടെ അമിനോ ആസിഡ് എന്താവുള്ളൂ, ആക്ടിവേറ്റഡ് ആവുള്ളൂ. സോ അമിനോ ആസിഡ് ആക്ടിവേഷൻ, ചാർജിങ് ഓഫ് tRNA, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വേറൊരു പേരാണ് അമിനോ എസൈലേഷൻ. സോ tRNA ചാർജ് ആവുക അല്ലെങ്കിൽ അമിനോ എസൈലേഷൻ വഴിയാണ് എന്തുണ്ടാവുന്നത്, അമിനോ ആസിഡ് ആക്ടിവേറ്റഡ് ആവുന്നത്. അമിനോ ആസിഡ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, പെപ്റ്റൈഡ് ബോണ്ടിന് ഉണ്ടാകാനുള്ള എനർജി കിട്ടുള്ളൂ. സോ പെപ്റ്റൈഡ് ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് സഫീഷ്യൻ്റ് എമൗണ്ട് ആയിട്ടുള്ള ഒരുപാട് എനർജി ആവശ്യമുണ്ട്. എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം, അമിനോ ആസിഡ് tRNA കൊണ്ടുവരുന്ന അമിനോ ആസിഡ് ആക്ടിവേറ്റഡ് ആവണം. അതിൻ്റെ ഭാഗമായിട്ട് tRNA ചാർജ്ഡ് ആവണം. സോ ചാർജിങ് ഓഫ് tRNA അല്ലെങ്കിൽ അമിനോ എസൈലേഷൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത് പറയുന്നത്, വൺസ് അത് ചാർജ്ഡ് ആയിക്കഴിഞ്ഞാൽ, tRNA ചാർജ്ഡ് ആയിക്കഴിഞ്ഞാൽ, അമിനോ ആസിഡ് ആക്ടിവേറ്റഡ് ആയിക്കഴിഞ്ഞാൽ, പിന്നീട് നമ്മുടെ റൈബോസോമുകൾ, പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറികൾ എന്നാണ് നമ്മൾ റൈബോസോമിനെ പഠിച്ചിട്ടുള്ളത്. സോ റൈബോസോംസ് പറഞ്ഞാൽ പ്രോട്ടീൻ ഫാക്ടറികളാണ്. റൈബോസോം എന്ന് പറഞ്ഞാൽ RNAയും അതുപോലെ പ്രോട്ടീനുകൾ കൊണ്ടുണ്ടാക്കിയതാണ് റൈബോസോം. റൈബോസോം നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2 സബ് യൂണിറ്റുകളാണ് റൈബോസോമിനുള്ളത്. ഒരു ലാർജ് സബ് യൂണിറ്റും ഒരു സ്മോൾ സബ് യൂണിറ്റും. അത് പ്രൊക്കാരിയോട്ടിലും യൂക്കാരിയോട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ് യൂണിറ്റുകളാണുള്ളത്. സോ റൈബോസോംസ് ഇനാക്ടിവേറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. ആ ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള റൈബോസോംസ് ആക്ടിവേറ്റഡ് ആവുന്നതാണ് രണ്ടാമത്തെ ഇവൻറ്റ്. റൈബോസോംസ് ഇനാക്ടിവേറ്റഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതൊന്നുമല്ല, റൈബോസോമിലുള്ള സബ് യൂണിറ്റുകൾ, ലാർജ് ആൻഡ് സ്മോൾ സബ് യൂണിറ്റുകൾ സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും ഈ പറഞ്ഞ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്നത്. സോ റൈബോസോംസ് ലാർജ് സബ് യൂണിറ്റ് വേറെ, സ്മോൾ സബ് യൂണിറ്റ് വേറെ, വേറെ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടവ. അതാണ് റൈബോസോം ഇനാക്ടിവേറ്റഡ് എന്ന് വന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യാറാവുമ്പോൾ ഈ റൈബോസോംസ് ആക്ടിവേറ്റഡ് ആവണം. എപ്പോഴാണ് റൈബോസോംസ് ആക്ടിവേറ്റഡ് ആവുക, ലാർജ് സബ് യൂണിറ്റും സ്മോൾ സബ് യൂണിറ്റും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ പറഞ്ഞ റൈബോസോംസ് ആക്ടിവേറ്റഡ് ആവുക. സോ അതിൻ്റെ ഭാഗമായിട്ട് ആക്ടിവേഷൻ ഓഫ് റൈബോസോമിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും, ആദ്യം ഈ റൈബോസോമിൻ്റെ സ്മോൾ സബ് യൂണിറ്റ് വന്ന് നമ്മുടെ mRNAയിൽ വന്ന് എൻകൗണ്ടർ ചെയ്യും. സോ റൈബോസോമിൻ്റെ സ്മോൾ സബ് യൂണിറ്റാണ് ആദ്യം വന്ന് mRNAയിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് അഥവാ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീടാണ് ലാർജ് സബ് യൂണിറ്റ് വരുന്നത്. അങ്ങനെ റൈബോസോംസ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് കണ്ടിന്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് അതിൻ്റെ ഫുൾ സ്റ്റെപ്പിലേക്ക് പോകുന്നു. സോ ട്രാൻസ്ലേഷൻ അഥവാ പ്രോട്ടീൻ സിന്തസിന് വേണ്ട 2 മെയിൻ ഇവൻറ്റുകൾ, ഒന്ന് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് എനർജിയുടെ ആവശ്യമുണ്ട്. സോ ഫോർമേഷൻ ഓഫ് പെപ്റ്റൈഡ് ബോണ്ട് ഒരു ഇവൻ്റാണ്. ആ ഫോർമേഷൻ ഓഫ് പെപ്റ്റൈഡ് ബോണ്ടിന് വേണ്ടി അമിനോ ആസിഡിനെ ആക്ടിവേറ്റഡ് ആക്കുന്നു. അമിനോ ആസിഡിനെ tRNAക്ക് ചാർജ് ചെയ്തുകൊണ്ട് അമിനോ ആസിഡ് ആക്ടിവേറ്റഡ് ആക്കുന്നു. ആ പ്രോസസ്സാണ് അമിനോ എസൈലേഷൻ. അതിനുശേഷം നമ്മുടെ mRNAയിൽ വന്ന് സ്മോൾ സബ് യൂണിറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നു, പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് റൈബോസോംസ് ആക്ടിവേറ്റഡ് ആയിരുന്നു. ലാർജ് ആൻഡ് സ്മോൾ സബ് യൂണിറ്റ് സെപ്പറേറ്റഡ് ആയി നിന്നത് അത് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ റൈബോസോംസ് ആക്ടിവേറ്റഡ് ആകുന്നു. ഇങ്ങനെ 2 ഇവൻറ്റുകളാണ് പ്രോട്ടീൻ സിന്തസിസിൽ നടക്കുന്നത്.